നമസ്കാരം. ആഴ്സണലിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. കഴിഞ്ഞ ആഴ്ച ആഴ്സണൽ രണ്ട് പോയിന്റ് ലീഡാണ്. പല പണ്ഡിതന്മാരും പല മഹാന്മാരൊക്കെ പറഞ്ഞ ആഴ്സണൽ കപ്പടിക്കുന്നില്ല, പോയി കാര്യം, ഇനിയിപ്പോൾ സുഖമായിട്ട് ബോട്ടിൽ ചെയ്യും. ഇതെന്നോ പറയാൻ തുടങ്ങിയ ടീമുണ്ട്. അതായത് യുണൈറ്റഡിൻ്റെ ലെജൻസ്, ഒന്ന് സ്കോൾസ്, ഒന്ന് മറ്റേ കെയ്ന്, പിന്നെ ഒന്ന് നെവിലെ. വല്ല കാര്യം അറിയാമല്ലോ, ഇവർ വീട്ടിൽ നിന്ന് സിരാജ് ഇതിൻ്റെ പരിപാടി. ഒരു ദിവസം കുടുംബശ്രീ കെയിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ മറ്റേ ദിവസം പിന്നെ അടുത്ത ആഴ്ചത്തെ കുടുംബശ്രീ ഇവിടെ നിന്നാണ് ഉണ്ടാവുക, നെവിലേൻ്റെ വീട്ടിൽ നിന്ന്. ഇങ്ങനെ മാറി മാറി കളിക്കും. നമ്മളെ ലെജൻഡ് ഉണ്ട് ഇയറായിട്ട് ഓനെയും വിളിക്കും. വേറെ വിളിച്ച് നിന്നിട്ട് ഓനെ അപമാനിച്ച് വിടുന്നതിന് തുല്യമാണ് ഇവരെ കഥ. ഇവർ കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞു വെച്ചാൽ സ്ഥിരമായിട്ട് പറയുന്നത് തന്നെയാണ്. ആഴ്സണലിലെ കോർണർ വന്നു കഴിഞ്ഞാൽ ചന്തിനോട് കുത്തിയിട്ട് ഗോൾ ഇടുക. പിന്നെ എന്താ പറയുക, ശരീരത്തിൻ്റെ ഏത് എടുത്തു പറയും ഇവർ കളിച്ച കാലത്തൊക്കെ വില കളി എന്തേനി നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിനു? നിങ്ങൾ കണ്ടിക്കണോ വല്ല ലൈവ് കളി വരെ? ഈ വേറെ ചങ്ങാണ്ട് എറി കറ്റോണ തന്നെ അവൻ്റെ പേര്. പിന്നെ കീന് ചവിട്ടുക, കുത്തുക, തള്ളിയിടുക. ഈ ഇപ്പോഴത്തെ സെവൻസ് അഖിലേന്ത്യയൊക്കെ കാണല്ലേ, അതിൽ കുറേ ഫൈറ്റൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ അപ്പുറത്താണ് ഈ ഞങ്ങളൊരു വിയറുണ്ട് ലെജൻഡ്. പണ്ട് 2004-05 നമ്മളെ ക്യാപ്റ്റനേന് ഞങ്ങളെ ലെജൻഡാണ് പട്രിക് വിയേര. അപ്പോൾ ഇവനും കെയിനുമായിട്ട് എന്നും അടിയാണ്. അതായത് ഞങ്ങളെ ടണലുണ്ട്, അല്ല ഓരോ ടണലാണല്ലോ, അവിടുന്ന് റഫറി വരുന്നതിൻ്റെ മുന്നേ അവിടുന്ന് തുടങ്ങുന്ന കച്ചറ. പിന്നെ അങ്ങോട്ട് ഫുള്ള് അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ ചില്ലറ അടിയൊന്നുമല്ല, ഓടുക, ചവിട്ടുക, കുത്തുക. VAR എന്ന് പറഞ്ഞ സംഗതിയൊക്കെ അന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കീനൊന്നും പോലെ ലെജൻഡാവൂല. ഓൻ എന്നും റെഡ് കിട്ടിയിട്ട് ഒരു കളി പോലും കളിക്കില്ല. ഒരാൾ വീണെടുക്കുകയാണ്, ചെരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഓലെ പോയി കുത്തുന്ന പരിപാടിയാണ് ഈ നെവിലേക്ക്. ഈ നെവില്ല എന്ന് പറഞ്ഞ ചെങ്ങായി ഓൻ അത്ര ഹൈറ്റേ ഉള്ളൂ, ഓവർ 8 ഒന്നും ഇല്ല, ഒരു 4 അടി 5 അടിയിട്ടേ ഉള്ളൂ എന്ന് തോന്നും. ഉള്ള കൈകാര്യം ഓൻ ചെയ്യും. പിന്നെ വളർന്നു തന്നെ ഫെർഡിനാൻഡ് അവരൊക്കെ പിന്നെ കുറച്ചുകൂടി മെച്ചാണ്, ഇങ്ങനെ പോകും തായ് വഴിയായിട്ട്. ഇത് യുണൈറ്റഡ് ഫാൻസിന് വലിയ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. സംഭവം ലെജൻഡൊക്കെ തന്നെ നമ്മൾ ഓലെ കളി കണ്ടിട്ട് റെസ്പെക്ട് ചെയ്താൽ. പക്ഷെ ഇപ്പോൾ ആ സ്കോൾസൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ യുണൈറ്റഡ് ഫാൻസിനെയും കണ്ടുകൂടാ, യുണൈറ്റഡ് ഫാൻസുകാർക്കും കണ്ടുകൂടാ. അതാ കോമഡി. ഈ ഇപ്പോൾ ഒരു മെച്ചം വെച്ച് ഈ കാരിക്ക് വന്നുതരാം. കാരിക്കിനെ പറയാം, ഈ കെയിൻ പറഞ്ഞ എന്താ അറിയോ, കെയിനോ സ്കോൾസോ, എൻ്റെ ടീമിലാണ് കാരിക്കിന് ഞാൻ കോച്ചാക്കില്ല, കാരണം ഓൻ അതില്ല, ഓൻ ആ ക്വാളിറ്റി ഇല്ല. ആകെ ഇപ്പോൾ ഒരു മെച്ചം വെച്ച് ഇപ്പോഴാണ് ഈ ഈ വൃത്തിയട്ടവന്മാർ. അങ്ങനെ തന്നെ പറയണോ? നല്ലതൊന്നുമില്ല കളിക്കളത്തിൽ. പണ്ട് ലെജൻസ് പിന്നെ കഴിഞ്ഞ കളി ബ്രൈറ്റനായിട്ട് ഞങ്ങൾ ജയിച്ച് 1-0. ആ കോച്ച് എന്തേലും അച്ചങ്ങാരി പേര് എന്തേലും ഫാബിയർ ഹർസാലോ, അച്ചങ്ങാരി ബ്രൈറ്റൻ്റെ കോച്ച് അടുത്ത് കയറിയിട്ടുള്ളൂ. ഇവൻ പറയുന്നത് എന്താ വെച്ചാൽ ആഴ്സണൽ ടൈം വേസ്റ്റ് ആക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിനൊക്കെ എക്സ്ട്രാ ആൾ കൊടുക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കളി കണ്ട എനിക്ക് മനസ്സിലായത് ബ്രൈറ്റൻ ഒന്നും ആഴ്സണൽ എടുത്ത് കൂട്ടിയാൽ കൂടൂല. ബ്രൈറ്റൻ്റെ ഒരു പ്ലെയർ ബോൾ എടുക്കുമ്പോഴത്തേക്ക് ആടെ ഗബ്രിയലു ഇൻസാപ്പി പോലൊക്കെ കൂടി വന്നിട്ട് കാലടക്കം കോരുന്നുണ്ട്. പിന്നെ സബ്ബായി വന്ന കാലഫോരി ആണെങ്കിലും ഓനും അടിയോടെ വാരുന്നുണ്ട്. അത് ബോളിനാണ് കളിക്കുന്നത്, ക്ലിയർ കളി ഗബ്രിയലും. പിന്നെ മിഡ്ഫീൽഡിലാണെങ്കിൽ സുബിമാൻ്റെയും റീസും അനങ്ങാൻ സമ്മതിക്കൂല. ഇതിൽ കണ്ട് കുരു പൊട്ടി കളിക്കാൻ കഴിയാതെ കരയുക. അത് കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനെന്താ വിചാരിക്കുന്നത്, ഇവനെ കുറേ സമയം കിട്ടിയാൽ 4 ഗോൾ അടിക്കാനിന്നോ? 90 മിനിറ്റ് പോരെ? ഏത് ബ്രൈറ്റൻ്റെ കോച്ച് സംഭവം ഓണ് പ്രീമിയർ ലീഗ് പരിശീലിപ്പിക്കുന്ന കോച്ചാണ്, പക്കാ തെണ്ടിത്തരം. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആരോടെ ഇവർക്ക് എന്ത് സഹിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മളെ ഈ ഗ്രൂപ്പുകളിലൊക്കെ കാണാം പല ഫാൻസും ആഴ്സണലിൽ കഴിയൂല. കാരണം പഴയ ചരിത്രം എങ്ങനെയാണ്, ഞങ്ങൾ കപ്പ് എന്താ പറയുക, കപ്പിനും ചുണ്ടിനും എടുത്ത് വെച്ച് വക്കത്ത് പോയതാണ്. ഞങ്ങളെ സ്ക്വാഡ് എങ്ങനെ ഉണ്ടാവല്. ഇപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ കോർണറിലോണ്ടാണ്. കോർണർ വരുമ്പോൾ ചന്തിനോട് ഗോൾ ഇടുന്നു, ഈ മറ്റേ ഹൈബോൾ വരുമ്പോൾ ഒരുത്തന്നെ ഞെക്കി പിടിച്ചിട്ട് അമ്മിഞ്ഞാനോട് ഗോൾ ഇടും. അമ്മിഞ്ഞാനോടാണ് കുഞ്ഞിനോടാണെങ്കിലും എന്തിനോ ഗോൾ ഇട്ട് കഴിഞ്ഞാലും ഗോളല്ലേ, ഇവരത് നോക്കണോ? ഞങ്ങൾ കുറേ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിച്ചിരിക്കണം. അന്ന് മൊറീനോ എന്ന് പറഞ്ഞ ചങ്ങായി ചെൽസി ആഴ്സണൽ കളിക്കുകയാണെങ്കിൽ അന്ന് ചെൽസിയെ കൂടുന്ന ചെയ്യോ. അത് ഇവാനോവിക്ക്, ടെറി, ദ്രോഗ്ബയൊക്കെ അടിച്ചു കൂട്ടുന്ന സമയം. ദ്രോഗ്ബ ആഴ്സണൽ കണ്ട അപ്പം അടിച്ചു കൂട്ടും. ഞങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കും. എന്നിട്ട് മൊറീനോ ഞങ്ങളെ കളിയൊക്കെ ആഴ്സണൽ കളിച്ചോട്ടെ, പക്ഷെ ഗോൾ അടിക്കാൻ അറിയില്ലല്ലോ, ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിച്ചോട്ടെ. അതൊക്കെ നമ്മൾ കേട്ടതാ. ഞങ്ങൾ കൊല്ലം കുറേ വെങ്കർ കീഴിൽ വെങ്കർ ബോളൊക്കെ ഉണ്ടേനി, അറിയുന്നവർക്കറിയാം.
നല്ല ബ്യൂട്ടിഫുൾ ഫുട്ബോൾ തന്നെയാണ് കളിച്ചത്. പക്ഷെ ഒരു കാര്യമില്ല, ഒരു കപ്പും ഇല്ല. ഇത് സഹിക്കുന്നില്ല. ഈ ഞാൻ പറഞ്ഞ മെയിനായിട്ട് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെജൻസ് മലയാളം അറിയാണേ കേട്ടോളി, ഇത് കേട്ടോളി നിങ്ങൾ മലയാളം അറിയാണല്ലേ. നിങ്ങളെ മാറ്റ 4 കളി കളിച്ച ടീം വേറെ ഇല്ലാണ് ഈ പ്രീമിയർ ലീഗ്. അന്ന് VR ഇല്ലാത്തതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ ഈ നെവില്ലിയും ഈ സ്കോൾസും ഈ മറ്റേന്തേനി കറ്റോണയോ മറ്റേ കീനോ ഒരൊറ്റ കളി കളിക്കലല്ലോ, എന്നും റെഡ് തന്നെ ചെയ്യും. ചവിട്ടുക, കുത്തുക, തള്ളിയിടുക, മാന്തുക. അത് ചാടി ചവിട്ടുക. സമയം കഴിഞ്ഞ് എന്താ പറയുക, അന്ന് ആ ലെവലിൽ കളിച്ച് കുറേ കപ്പൊക്കെ നേടിയിരിക്കണില്ല പറയില്ല. പക്ഷേ ഇപ്പം നിങ്ങളതിന് മെനക്കെടണ്ട. ഞങ്ങൾ കളിച്ച് കപ്പടിക്കാൻ അടിച്ചോട്ടെ. അവിടെ ഇരുന്ന് പ്രാകുക, എന്നിട്ട് കുടുംബശ്രീ ആണ്ട് നിർത്തുക. എന്നിട്ട് വേറെ നമ്മളെ ലെജൻഡ് ഉണ്ട്, ഓനെ വിളിച്ചെടുത്ത് അപമാനിക്കാതെ നിൽക്കുക. പിന്നെ ഈ വേറെ കുറേ ലെജൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെസ്റ്റ് ഹാമിലോ വെസ്റ്റ് ബ്രോമിലോ ബർമിഹാമിലൊക്കെ പണ്ട് 2008-10 കളിച്ച് മോൻ കാണിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ റെലഗേഷൻ ആയിട്ട് ആ ടീം പ്രീമിയറിലെത്തി. ഓലൊക്കെ ഏതാ അഭിപ്രായം ആർട്ടേറ്റനൊക്കെ പറ്റിയിട്ട്? സംഭവം നമ്മൾ കേട്ടിരുന്നു. സംഭവം ചാനലിൽ ചർച്ച ഒരുക്കൊക്കെ ഒരു സഹിക്കുന്നില്ല. എനിക്കതാണ് ഒരു കാര്യവും മനസ്സിലാവാത്തത്. ആഴ്സണൽ കപ്പടിച്ചെന്ന് ആഴ്സണൽ എന്താ ചെയ്തോ? അല്ല ആഴ്സണലിന് അവിടുത്തെ ഫാൻസ് എന്നാ വന്നിട്ട് ഇവരെ ആരെങ്കിലും ഇന്ന് തെറി പറയുന്നുണ്ടോ? ഒന്നുമില്ല. ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഡീസൻ്റായിട്ട് കളിക്കുക. അധികം കോമ്പറ്റീഷനിലും ചാമ്പ്യൻസ് ലീഗ് പോലും കിട്ടിയിട്ടില്ല. അതിൻ്റെ അപമാനമൊക്കെ നമുക്കുണ്ട്. ഒരു നല്ല കളി കളിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ എത്ര പറയുക, ഇപ്പോൾ 60 ഗോളൊക്കെ ആഴ്സണൽ അടിച്ച് എന്താ പറയുക, എന്താ പറഞ്ഞാൽ എന്ത് ഡിഫൻസീവ് ഗെയിമാണെന്നോ, എന്താ റോസ്റ്റ് ഗെയിമാണെന്നോ, അല്ലെങ്കിൽ രസമില്ല. 60 ഗോൾ അടിച്ചിരുന്നു മക്കളെ. നിങ്ങളെ ലെജൻസും എല്ലാ ചാമ്പന്മാരും കേട്ടോളി. 60 ഗോൾ അടിച്ചിരിക്കുന്നു. 60 ഗോളിൽ ഒരു ഓപ്പൺ പ്ലേയിൽ 2ാമത്തെ സ്ഥാനത്താണ്. സിറ്റിക്ക് ശേഷം ആഴ്സണലാണ്. ഇതൊക്കെ നമ്മൾ അടിച്ചു. ഈ ഒരു യുണൈറ്റഡ്, ഒരു ചെൽസി, ഒരു ലിവർപൂളും ഒന്നല്ല ബാക്കിൽ. ഞങ്ങൾ തന്നെയാണ് മുന്നിൽ. ഈ ചാമ്പ്യൻസ് ലീഗിൽ 1ാം സ്ഥാനത്തെത്തി. ലുഡോ കളിച്ചിട്ട് കയറിയല്ല ഞങ്ങൾ നല്ല അധ്വാനിച്ച് കളിച്ചിട്ട് തന്നെയാണ് ഈ അത്ലറ്റിക്കോ മറ്റേ ഇന്റർ മിലാൻ എല്ലാവിധ ടീമുകളെയും തോൽപ്പിച്ചിട്ടാണ് നമ്മൾ 1ാം സ്ഥാനത്തെത്തിയത്. അത് നിങ്ങൾ പറയുന്നതാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ നടക്കണമെന്നില്ലല്ലോ. ഞങ്ങൾ ക്ലിയർ മാർക്കിംഗ് ഉണ്ട്, ക്ലിയർ കളിയും കളിക്കുന്നുണ്ട്. ഇത് ആർട്ടേറ്റനെ എന്തെങ്കിലും കളിച്ച് തോൽപ്പിക്കാൻ പറ്റില്ലേ തൊള്ളനോട് പറഞ്ഞിട്ട് ഈ വേറൊരു 15 കൊല്ലം തൂറി തോൽപ്പിക്കുക. അതാ ചെയ്യുന്നത്. അവിടെ ഇരുന്ന് തൂറി തോൽപ്പിച്ചോളി, ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കളിക്കി. ഞങ്ങൾ കുറേ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിച്ചാണല്ലോ. ഞങ്ങൾ ഇനി കുറച്ചത് മാറ്റി ചിന്തിക്കട്ടെ. 2023 വരെ ഞങ്ങൾ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ. ഞങ്ങൾ ചിലപ്പോൾ കോർണറിനോട് അടിക്കും, പറഞ്ഞ മാതിരി ചന്തിനോട് മെല്ലെ തട്ടിയിടും, ഷോൾഡറിനോട് തട്ടും, 2 ആൾക്കാരെ ബ്ലോക്ക് ചെയ്യും, മുന്നിൽ ഗോളീൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. അതൊക്കെ നമ്മളിഷ്ടമാണ്. നമ്മൾ ആ ശൈലിയിൽ നിന്ന് കളിച്ചു നോക്കട്ടെ. ചിലപ്പോൾ കപ്പടിച്ചിട്ടില്ലാന്നും വരും. അങ്ങനെ ഒരു വിഷയമല്ല. പിന്നെ ഈ ഗ്രൂപ്പിൽ കുറേ നല്ല ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിലെ കാര്യമൊക്കെ ഉണ്ടാവില്ലേ, ഫുട്ബോൾ ചർച്ചകളൊക്കെ ചെയ്യുന്ന കുറേ ചാനലും പൈതങ്ങളുണ്ട്. ഒരു ആഴ്സണൽ കപ്പടിച്ചാൽ നമ്മൾ സഹിക്കൂല, അങ്ങനെ ആഴ്സണൽ കപ്പടിക്കുന്ന കണ്ടിരിക്കണം. 2004-05 കളിയുണ്ട്. അന്ന് ജനിച്ചിട്ടുണ്ടോ അവർ? എന്താവട്ടെ, അതൊന്നും അതിലേക്കൊന്നും കടക്കണ്ട. ഞങ്ങൾ കപ്പടിച്ചിട്ട് ആരെ നെഞ്ഞത്തേയും കയറുന്നൊന്നുമില്ല, ആരെ വീടിന് മുട്ടാനും വരുന്നില്ല. ഞങ്ങൾ കപ്പടിച്ച് നമ്മൾ സന്തോഷിക്കും. കുരു പൊട്ടുന്നവര് കുരു പൊട്ടിച്ചോളി. ഇനി അടുത്ത ആഴ്ച കാണാം. കുറേ വേട്ടാവളിയന്മാർ ഇനിയും വന്നോളൂ. ആഴ്സണൽ അങ്ങനെയാണ്, ആഴ്സണലിൽ കളിച്ചാൽ ശരിയായില്ല, ആഴ്സണലിലെ കോർണറിൻ്റെ മൂലൊക്കെ പോയിട്ട് അപ്പിട്ടച്ച് പോയി കോഴിക്കോടി വായക്ക.